നടിയും യൂട്യൂബറുമായ ശ്രീവിദ്യയെ പൊങ്കാലയിട്ട് ആരാധകർ. വീഡിയോയ്ക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന തലക്കെട്ടും തംബ്നെയിലും നൽകിയെന്നതാണ് വിമർശനങ്ങൾക്ക് കാരണം. ഞാനും നന്ദുവും ഇപ്പോൾ ഒരുമിച്ചല്ല എന്ന തലക്കെട്ടും വിഷമിച്ചിരിക്കുന്ന തൻ്റെ ഒരു ചിത്രവും ചേർത്താണ് ശ്രീവിദ്യ വീഡിയോ പങ്കുവച്ചിരുന്നത്. ഇതോടെ ശ്രീവിദ്യയും ഭർത്താവ് രാഹുൽ രാമചന്ദ്രനും വേർപിരിഞ്ഞു എന്ന തെറ്റിദ്ധാരണ വന്നുവെന്നും കൂടുതൽ ആളുകൾ വീഡിയോ കാണാൻ ഇത്തരം തലക്കെട്ടുകളും തംബ്നെയിലും നൽകിയത് അല്പം കടന്നുപോയെന്നും ആളുകൾ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരം വീഡിയോകൾ ചെയ്ത് ആളുകളെ പറ്റിക്കരുതെന്ന തലക്കെട്ടിൽ പറഞ്ഞ കാര്യം സത്യമാകാതിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്നെല്ലാം കമന്റുകളുണ്ട്. യഥാർത്ഥത്തിൽ ജോലി തിരക്ക് കാരണമാണ് ഭർത്താവ് ശ്രീവിദ്യയുടെ കൂടെ ഇല്ലാത്തത്. ഇക്കാര്യം അവർ വ്ലോഗിൽ പറയുന്നുണ്ട്. എന്താണ് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള വീഡിയോ ഇടാത്തതെന്ന് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട്. അതിനുള്ളൊരു മറുപടിയാണ് പറയുന്നത്. 2025 ആദ്യത്തെ വീഡിയോ ആണിത്. ഇങ്ങനെയൊരു വീഡിയോ ആകുമെന്ന് കരുതിയില്ല. ഭയങ്കര വിഷമത്തിലാണ്. ഞങ്ങളുടെ ഹണിമൂൺ സമയമാണിത്. പക്ഷേ നന്ദു കൂടെയില്ല എന്നത് ഒരുപാട് വിഷമമുണ്ടാക്കുന്നു. ഈ അവസ്ഥയിലൂടെ കടന്നു പോയേ പറ്റൂ. ജോലി സംബന്ധമായും ഭാവി സംബന്ധിച്ചും ചില നിർണായക കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത്. ഇതിനിടയിൽ പരസ്പരം 3 ദിവസം മാത്രമാണ് കണ്ടിട്ടുള്ളത്. ഇതാണ് സത്യം. ഒരു പുതിയ വസ്ത്ര ബ്രാൻഡ് ഞങ്ങൾ തുടങ്ങി. കാസർഗോഡാണുള്ളത്. ഒരുപാട് കാലത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു ഇത്. ജനുവരി 12-നായിരുന്നു ഉദ്ഘാടനം. ജനുവരി 25-ന് നന്ദുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും സഫലമായി. സ്വന്തമായി ഒരു റെസ്റ്റോറൻറ്റ് വേണമെന്നായിരുന്നു നന്ദുവിൻ്റെ ആഗ്രഹം. അങ്ങനെ തിരുവനന്തപുരത്ത് ഒരു ടേക്ക് എവേ കിച്ചൺ തുടങ്ങി.